ഹലോ നീറ്റ് ആസ്പിരൻസ്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നീറ്റ് 2025 രജിസ്ട്രേഷൻ പ്രോസസ്സിനായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ തന്നെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, കൂടാതെ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് അതുപോലെ എന്തെല്ലാം സൈസിലും ഫോർമാറ്റിലൊക്കെയാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്, ഈ ഒരു കാര്യം നമുക്കൊരു ഡെമോ വീഡിയോയിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഗൂഗിൾ പോലെയുള്ള ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പോയിട്ട് നീറ്റ് UG 2025 രജിസ്ട്രേഷൻ എന്ന് കൊടുത്താൽ തന്നെ നീറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട NTA സൈറ്റ് നമുക്കിവിടെ അവൈലബിൾ ആവും. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു പേജിലേക്ക് എത്തും. അവിടെ നീറ്റ് UG 2025 രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു റെഡ് കളറിലുള്ള ഒരു വിൻഡോ ഉണ്ടാവും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ രജിസ്ട്രേഷൻ പേജിലേക്കാണ് എത്തുക. അവിടെ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈൻ, അത് നമുക്ക് എക്സാം സിറ്റീസ് കാണാനും ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ളൊരു സ്ഥലമാണ്. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിക്കാം. പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ യുവർ പ്രൊഫൈലിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തും. അവിടെ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സുമായിട്ടും ആപ്ലിക്കേഷൻ ഫോം തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഫീസ് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളും ഫോട്ടോഗ്രാഫുകളുമാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് പോവുക. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷനിൽ പറയുന്നുണ്ട്, പ്ലീസ് റീഡ് ദി ഇൻസ്ട്രക്ഷൻസ് കെയർഫുള്ളി ആൻഡ് ഗിവ് യുവർ കൺസെൻറ്റ് ഫോർ ബിലോ മെൻഷൻ ഡിക്ലറേഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ്റെ ആദ്യത്തെ പേജിലേക്ക് എത്തും. അവിടെ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് കൊടുക്കേണ്ടത് നമ്മുടെ കാൻഡിഡേറ്റ്സ് നെയിമാണ്. വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നമ്മുടെ ഈ ഒരു പേര് നമ്മുടെ 10th മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പേര് കൊടുക്കേണ്ടത്. അപ്പോൾ 10th മാർക്ക് ഷീറ്റിലുള്ളതുപോലെ തന്നെ നമ്മൾ പേര് എൻ്റർ ചെയ്യാം. അതിനുശേഷം ഫാദേഴ്സ് നെയിം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10th മാർക്ക് ഷീറ്റിലുള്ളതുപോലെ തന്നെ എൻ്റർ ചെയ്യുക. മദേഴ്സ് നെയിം നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ രേഖകളിലുള്ളതുപോലെ തന്നെ കൃത്യമായി എൻ്റർ ചെയ്യുക, തെറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ജെൻഡർ നമുക്ക് മെയിൽ, ഫീമെയിൽ, തേർഡ് ജെൻഡർ, 3 ജെൻഡറുകൾ എൻ്റർ ചെയ്യാം. അതിനുശേഷമായിട്ട് കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അതേപോലെ തന്നെ കൺഫേം ചെയ്യുകയാണ്. അതിൽ കാൻഡിഡേറ്റ്സ് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങി നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഒരിക്കൽ കൂടി കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റയും താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റയും ഒരേപോലെ ആകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയില്ല. അങ്ങനെ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫേം ചെയ്തതിന് ശേഷം, ജെൻഡർ ഉൾപ്പെടെയുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കൺഫേം ചെയ്തതിന് ശേഷം പ്രസൻറ്റ് അഡ്രസ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്രൊമൈസസ് നമ്പർ ഓർ നെയിം കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം സബ് ലൊക്കാലിറ്റി ഓപ്ഷണലാണ്. ലൊക്കാലിറ്റി നമ്മൾ കൺഫേം ആയിട്ട് കൊടുക്കണം. കൺട്രി സെലക്ട് ചെയ്യണം. ഇന്ത്യ സെലക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് നമ്മൾ കേരളം സെലക്ട് ചെയ്യുന്നു. ഡിസ്ട്രിക്റ്റ് ഏതാണോ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പിൻ കോഡ് നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇന്ത്യയിൽ 6 ഡിജിറ്റുള്ള പിൻകോഡാണെന്ന് നിങ്ങൾക്കറിയാം. മറ്റേതെങ്കിലും കൺട്രിയിലെ പിൻകോഡാണ് നിങ്ങൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ 6 ഡിജിറ്റ് തികയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 0 വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മൾ ഇമെയിൽ അഡ്രസ്സാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഘട്ടമാണ്. ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇമെയിൽ അഡ്രസ്സും അതേപോലെ തന്നെ മൊബൈൽ നമ്പറും ആക്റ്റീവ് ആയിരിക്കേണ്ടതാണ്. അതായത് ഈ 2 കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ അതിൻ്റെ ഐഡിയും പാസ്വേഡും ഒക്കെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുപോലെ മൊബൈൽ നമ്പർ ആണെങ്കിൽ ആക്റ്റീവ് ആയിരിക്കുന്ന OTP വരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മൊബൈൽ നമ്പറാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ 2 തവണ നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അത് നമ്മൾ കൺഫേം ചെയ്യുന്നു.
അതിനുശേഷം അടുത്ത ഘട്ടത്തിലാണ് നമ്മൾ ഫോൺ നമ്പർ, അതായത് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നത്. മൊബൈൽ നമ്പർ കൺഫേം ചെയ്യണം. ആൾട്ടർനേറ്റ് കോൺടാക്റ്റ് നമ്പർ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുക. പെർമനൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന പ്രസൻറ്റ് അഡ്രസ്സ് തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് എന്ന് കൊടുക്കാം. അതല്ല എങ്കിൽ പുതുതായിട്ടുള്ള ഒരു പെർമനൻറ്റ് അഡ്രസ്സ് കൊടുക്കാം. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രസൻറ്റ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇത് രണ്ടിനും കൂടി വ്യത്യസ്തമായിട്ടുള്ള പ്രൂഫുകൾ ഒരു PDF ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഒരു അഡ്രസ്സ് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ രണ്ടിനും കൂടി ഒരു പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്താൽ മതിയാവും. അതിനുശേഷം നമ്മളൊരു പാസ്വേഡ് സെലക്ട് ചെയ്യണം. ആൽഫ ന്യൂമറിക്കൽ പാസ്വേഡാണ്. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. 8 മുതൽ 13 വരെ ക്യാരക്ടർ ഉണ്ടാകണം, അപ്പർ കേസ് ഉണ്ടാകണം, ലോവർ കേസ് ഉണ്ടാകണം, ന്യൂമറിക്കൽ വാല്യൂ ഉണ്ടാകണം, കൂടാതെ തന്നെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അപ്പം ഈ ഒരു കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാസ്വേഡാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. പാസ്വേഡ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാം. നമ്മൾ എന്ത് പാസ്വേഡാണ് കൊടുത്തതെന്ന് വേണമെങ്കിൽ നമുക്കൊരു തവണ അത് വ്യൂ ചെയ്ത് നമുക്കത് കൺഫേം ചെയ്യുകയും ചെയ്യാം. അതിനുശേഷം നമ്മളൊരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ. പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിലിപ്പോൾ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്നുള്ളതാണ്. അവിടെ ഞാൻ ബ്ലൂ എന്ന് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ആൻസർ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് ഏത് കേസിലാണ്, നിങ്ങൾ ഫുൾ അപ്പർ കേസിലാണോ, ഫുൾ ലോവർ കേസിലാണോ, ആദ്യത്തെ അക്ഷരം ക്യാപിറ്റലാണോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ എന്നുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് വരുമ്പോൾ നമ്മൾ പാസ്വേഡോ മറ്റോ ഒക്കെ മിസ്സായി കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണോ ഇവിടെ എൻ്റർ ചെയ്ത് അതേപോലെ തന്നെ എൻ്റർ ചെയ്യണം. അതിനുശേഷം അതിന് താഴെ ഒരു ക്യാപ്ഷൻ ഉണ്ട്. ആ ഒരു ക്യാപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതോടുകൂടി നമുക്കൊരു റിവ്യൂ പേജിലേക്ക് എത്തിയാണ്. അവിടെ ഒരു കൃത്യമായി പറയുന്നുണ്ട്, പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻസ് കെയർഫുള്ളി. എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങളിത് ക്ലോസ് ചെയ്തിട്ട് OTPക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഇൻഫർമേഷൻസ് എല്ലാം വളരെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതെല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് വെരിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, അഡ്രസ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നീ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം എഗ്രി ചെയ്യുന്നു. അത് സബ്മിറ്റ് ചെയ്യുന്നു. ഒരു OTP ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത നമ്പറിലേക്ക് നമുക്ക് ഒരു OTP ലഭ്യമാവുന്നു. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ ഫോം നമ്മൾ സബ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നീറ്റ് ആപ്ലിക്കേഷൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയും അവിടെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്തു. 250410454440 എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ജനറേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്രെഡൻഷ്യലുകളും മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു രജിസ്ട്രേഷൻ ചെയ്യാൻ സാധ്യമല്ല. ഇനി അങ്ങോട്ട് നമ്മൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ലോഗിൻ ID പാസ്വേഡും തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഇത്രയും ഘട്ടങ്ങളുണ്ട്. നമുക്ക് രജിസ്റ്റർ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ്, ആധാർ IDനെ പറ്റിയുള്ള വിവരങ്ങൾ, അതുപോലെ തന്നെ എക്സാം സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ, ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അഡീഷണൽ ഇൻഫർമേഷൻസ് നമുക്ക് ആഡ് ചെയ്യാം. എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അതിനുശേഷം ഡോക്യുമെൻറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുക, ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം വരുന്നു. അതിന് ശേഷമായിട്ട് നാഷണാലിറ്റിയാണ് നമ്മളിവിടെ ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അത് നമ്മൾ ഇന്ത്യൻ കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റേറ്റ് ഓഫ് എലിജിബിലിറ്റി ആസ് പെർ കാൻഡിഡേറ്റ്, അത് നമ്മൾ സ്വാഭാവികമായിട്ടും ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമ്മൾ ഈ നീറ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി കരസ്ഥമാക്കിയിരിക്കുന്നതെന്നാണ്. അത് നമ്മൾ കേരളം എൻ്റർ ചെയ്യുന്നു, കേരള എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം കാറ്റഗറി നമുക്ക് ജനറൽ ഉണ്ട്, SC ST ഉണ്ട്, OBC നോൺ ക്രീമി ലെയർ ഉണ്ട്, സെൻട്രൽ ലിസ്റ്റ് പ്രകാരമുള്ളത്, അതുപോലെ ജനറൽ തന്നെ EWS ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ഈ SC ST അതുപോലെ തന്നെ OBC നോൺ ക്രീമി ലെയർ തുടങ്ങിയ കാറ്റഗറികൾ, അല്ലെങ്കിൽ എല്ലാത്തരം ജനറൽ അല്ലാതെയുള്ള മറ്റെല്ലാ കാറ്റഗറികളും നമ്മൾ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കതിന് ആവശ്യമായിട്ടുള്ള രേഖകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രേഖകൾ നമ്മൾ അത് ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയിൽ നിന്നും, തഹസിൽദാർ പോലെയുള്ള ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റികളിൽ നിന്നും കിട്ടേണ്ടതാണ്. അപ്പോൾ ഇത്തരം വാലിഡായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ നൽകാൻ പറ്റാത്ത ആളുകൾക്ക്, എന്തെങ്കിലും ഡിഫിക്കൽട്ടി കാരണം പറ്റാത്ത ആളുകൾ തീർച്ചയായിട്ടും
ജനറലാണ് എൻ്റർ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ അതുപോലെ തന്നെ SC ST എന്ന് എൻ്റർ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ OBC എന്നൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ജനറലിലേക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ തിരിച്ച് ജനറൽ എൻ്റർ ചെയ്തതിന് ശേഷം SC STയിലേക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അപ്പോൾ നമ്മൾ ജനറലാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. സോ അത് 2 തവണ നമ്മൾ കൺഫേം ചെയ്യുന്നതിന് ശേഷം അടുത്തത് PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണോ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 2 കാറ്റഗറി ഉണ്ടാവും, 40% എബോവും 40% ബിലോവും. വാലിഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുന്നു. അല്ലെങ്കിൽ ഡയബറ്റിക് എന്ന് ചോദിക്കുന്നു. ഡയബറ്റിക് ആയ ആളുകൾക്ക് എക്സാം ഹാളിൽ ചില പരിഗണനകൾ, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ടും ചില പ്രത്യേക ഫുഡ് മെഡിസിനൊക്കെ ക്യാരി ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്ലേസ് ഓഫ് റെസിഡൻസ് അർബൻ റൂറൽ, അത് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. ഇതൊരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ല. ആനുവൽ ഫാമിലി ഇൻകം അതേപോലെ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായൊരു ഇത് കൊടുക്കാം. ഇതൊക്കെ ഡേറ്റ കളക്ഷൻ്റെ ഭാഗം മാത്രമാണ്. ഇത് നമ്മുടെ പ്രൈമറി ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ബിലോങ്സ് ടു മൈനോറിറ്റി എസ് ഓർ നോ നിങ്ങൾക്ക് കൊടുക്കാം. കൺട്രി ഓഫ് റെസിഡൻസ് നിങ്ങൾക്ക് ഇന്ത്യ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നീറ്റ് 2025 NTA നിർദ്ദേശിക്കുന്ന ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡിന് കോൺട്രറി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഡ്രസ് കോഡിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് ധരിക്കാൻ ആഗ്രഹമുണ്ടോ, എന്തെങ്കിലും തരത്തിലുള്ള സോഷ്യൽ റിലീജിയസ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട്, ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാം. സ്റ്റിൽ നമ്മൾ എസോ നോയോ കൊടുത്തത് കൊണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നതോ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അനുമതി ലഭിക്കുന്ന ഒരു വസ്ത്രം ധരിക്കാൻ ഈ എസ് ഓർ നോ ഒരു തടസ്സമാവുകയില്ല. മോഡ് ഓഫ് പ്രിപ്പറേഷൻ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അതും ഒരു ഡേറ്റ കളക്ഷൻ്റെ ഭാഗം മാത്രമാണ്. അതിനുശേഷം നമ്മളവിടെ ഒരു ക്യാപ്ഷൻ എൻ്റർ ചെയ്യുന്നു. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു. ആർ യു ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ദിസ് സെഷൻ? യെസ്. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് എത്തുന്നു. അവിടെ നമ്മൾ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമ്മൾ ഏതാണോ എക്സാം സമയത്ത് ക്യാരി ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഏതാണോ നമ്മൾ എക്സാം സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ID കാർഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ആധാർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ നെയിമോട് അപ്പിയർ ചെയ്യുന്നു. അവിടെ ആധാർ നമ്പർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു കൺസെൻറ്റ് അവിടെ ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. സോ നമ്മളിവിടെ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. ആധാർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത ആധാർ നമ്പർ ഒരിക്കൽ കൂടി നമ്മൾ കൺഫേം ചെയ്യണം. അതിനുശേഷം മറ്റൊരു ക്യാപ്ഷൻ നമ്മളവിടെ എൻ്റർ ചെയ്യണം. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ആൻഡ് നെക്സ്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഡയലോഗ് വരുന്നു. ആർ യു ഷുവർ വാണ്ട് ടു സബ്മിറ്റ് ആധാർ ഡീറ്റെയിൽസ്? നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അവിടെ നമ്മൾ ഡു യു ഹാവ് ആധാർ ID? തീർച്ചയായിട്ടും നമ്മൾ തൊട്ട് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ഇനി അങ്ങോട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് ആധാർ ID സ്റ്റുഡൻറ്റ് ID നിർബന്ധമാക്കുന്നു എന്നുള്ളത്. പക്ഷേ ഇത്തവണ നീറ്റിന് അത് കമ്പൽസറി അല്ല. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് നോ പറയാം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം എക്സാമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ ചോയ്സുകൾ ഫില്ല് ചെയ്യേണ്ട സമയമാണ്. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം നിങ്ങൾക്ക് പല ഭാഷകൾ അവൈലബിൾ ആണ്. അതിൽ നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് കുട്ടികൾ എഴുതുന്ന നീറ്റ് അപ്ലൈ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു ഓപ്ഷനായിട്ടുണ്ടെങ്കിലും മലയാളത്തിൽ എഴുതുന്ന കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ 7,000 കുട്ടികൾ മാത്രമാണ് ഏകദേശം 2,00,000 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ സെലക്ട് ചെയ്തത്. കാരണം നമുക്കറിയാവുന്ന പോലെ സയൻറ്റിഫിക് ടേമുകളും അതുപോലെ തന്നെ ടെക്നിക്കൽ ടേമുകളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ബുദ്ധിമുട്ടുകൾ, നമ്മൾ പഠിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് കുട്ടികളും ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ മലയാളം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. തീർച്ചയായിട്ടും അത് സജസ്റ്റഡ് അല്ല, അതിൻ്റേതായ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടാവും. അതിനുശേഷം നമ്മളുടെ എക്സാം സ്റ്റേറ്റ് സിറ്റി ഫസ്റ്റ് ചോയ്സ് നമ്മൾ കൊടുക്കുകയാണ്. കേരളമാണ് എൻ്റെ സ്റ്റേറ്റ്. അതിൽ എക്സാം സിറ്റി എനിക്ക് അവൈലബിളായ എക്സാം സിറ്റികൾ തന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഒന്നാമത്തെ എക്സാം സിറ്റി ഞാൻ സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ചോയ്സ് കൊടുക്കുന്നു. ഇവിടെ ഞാൻ എൻ്റെ പെർമനൻറ്റ് അഡ്രസ്സും അതേപോലെ തന്നെ പ്രസൻറ്റ് അഡ്രസ്സും ഒന്നായി കൊടുക്കുകയും അതിൽ ഞാൻ കേരളം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കേരളത്തിൽ അവൈലബിളായ എക്സാം സിറ്റികളാണ് കാണിക്കാം. അതേസമയം ഞാൻ മറ്റൊരു സ്റ്റേറ്റാണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അവിടെ പരീക്ഷ എഴുതാനുള്ളൊരു അവസരമുണ്ട്. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള ഒരു അഡ്രസ്സ് ഞാൻ കൊടുക്കുകയും അതിനാവശ്യമായിട്ടുള്ളൊരു പ്രൂഫ് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഞാനിവിടെ കേരളം സെലക്ട് ചെയ്യുന്നു.
അവിടെ ഞാൻ മറ്റൊരു എക്സാം സിറ്റി സെലക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ ചോയ്സ് വീണ്ടും ഞാൻ കേരളം സെലക്ട് ചെയ്യുന്നു. മറ്റൊരു എക്സാം സിറ്റി ഞാൻ സെലക്ട് ചെയ്യുന്നു. ഫാദേഴ്സ് ഒക്കുപ്പേഷൻ ഓർ ഗാർഡിയൻസ് ഒക്കുപ്പേഷൻ, ഇതും ഒരു ഡേറ്റ കളക്ഷൻ്റെ ഭാഗമാണ്. നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ ഫാദറിൻ്റെ ഒക്കുപ്പേഷൻ അത് നമുക്ക് എൻ്റർ ചെയ്യാം. അതേപോലെ തന്നെ ഗാർഡിയൻസ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മദേഴ്സ് ഒക്കുപ്പേഷൻ ചോദിക്കുന്നുണ്ട്, മദറിൻ്റെ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് അവിടെ ഒരു ക്യാപ്ഷൻ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ക്യാപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുന്നു. Are you sure want to submit this session? Of course we are going to submit this. അടുത്തതായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അവിടെ ആദ്യം തന്നെ വരുന്നത് 10th ഓർ ഈക്വലൻറ്റ് ഡീറ്റെയിൽസ് ആസ് പെർ 10th ബോർഡ് മാർക്ക് ഷീറ്റ്. ഈ ഒരു സമയത്ത് നമ്മുടെ 10th ക്ലാസ്സിലെ മാർക്ക് ഷീറ്റും അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ തയ്യാറാക്കി വെക്കുന്നത് നല്ലതാണ്. അവിടെ നമ്മൾ പാസ് സ്റ്റാറ്റസ് പാസ്റ്റാണ് കൊടുക്കുന്നത്. ഇയർ ഓഫ് പാസിംഗ് ഓർ അപ്പിയറിംഗ്, അവിടെ നിങ്ങൾക്ക് ഇയർ കൊടുക്കാം. ഏതാണോ നിങ്ങൾ പാസ്സായ ഇയർ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ക്വാളിഫയിങ് എക്സാം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. 10th ഓർ ഈക്വലൻ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ഓഫ് സ്കൂൾ, റൂറൽ ആണോ അർബൻ ആണോ എന്നുള്ളതാണ്. ഇതും ഒരു ഡേറ്റ കളക്ഷൻ്റെ ഭാഗമാണ്. ടൈപ്പ് ഓഫ് സ്കൂൾ, അവിടെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് സ്കൂളുകൾ അവൈലബിൾ ആണ്. ഗവൺമെൻറ് സ്കൂളുണ്ട്, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് ഉണ്ട്, പ്രൈവറ്റ് അൺഎയ്ഡഡ് ഉണ്ട്, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുണ്ട്, ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ ODL സ്കൂളുകളുണ്ട്. കേന്ദ്രീയ വിദ്യാലയമുള്ള കുട്ടികൾ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. ജവഹർ നവോദയ വിദ്യാലയ JNVs അത് അങ്ങനെ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ അതേഴ്സ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്കൂളോ അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളോ പ്രൈവറ്റ് അൺഎയ്ഡഡ് ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് CBSE കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷം നമ്മൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. ഏതാണോ നിങ്ങളുടെ സ്റ്റേറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ചില കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പം ഈ ഒരു 10th ഓർ ഈക്വലൻ്റ് ക്വാളിഫൈ ആയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവ്വം സെലക്ട് ചെയ്യാം. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. സ്കൂൾ ബോർഡ് സെലക്ട് ചെയ്താൽ നിങ്ങളിവിടെ കേരള എന്ന് ടൈപ്പ് ചെയ്താൽ കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് ഉണ്ട്. ഇത് നമുക്ക് കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻസ് സെലക്ട് ചെയ്യാം. റിസൾട്ട് മോഡ്, നമ്മൾ ഏത് മോഡിലാണ് റിസൾട്ട് ഉള്ളത്, പെർസെൻറ്റേജ് ആണോ CGPA ആണോ അതേഴ്സ് ആണോ. CBSE കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെർസെൻറ്റേജിൽ എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ CGPAയിൽ എൻ്റർ ചെയ്യാം. സ്റ്റേറ്റ് ബോർഡുകാരെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ നമുക്ക് അതേഴ്സ് സെലക്ട് ചെയ്ത് നമ്മുടെ ഗ്രേഡ് എൻ്റർ ചെയ്യാം. അപ്പോൾ അതിനുശേഷം പുതിയതായിട്ടൊരു വിൻഡോ വരുന്നു. അവിടെ നിങ്ങൾക്ക് ടോട്ടൽ മാർക്സ് കൊടുക്കാം. 500 മാർക്സ് ഒബ്റ്റെയിൻഡ് കൊടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു പെർസെൻറ്റേജ് ഞാനിവിടെ 490 കൊടുത്തു ഔട്ട് ഓഫ് 500, അപ്പോൾ 98% വന്നിരിക്കുകയാണ്. റോൾ നമ്പർ നമുക്കവിടെ എൻ്റർ ചെയ്യാം. അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലുള്ള റോൾ നമ്പർ എൻ്റർ ചെയ്യാം. സ്കൂൾ ഓർ കോളേജ് നെയിം നമ്മൾ എൻ്റർ ചെയ്യണം. സ്കൂൾ ഓർ കോളേജ് പിൻകോഡ് നമ്മൾ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസൊക്കെ ആപ്ലിക്കേഷൻ തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും. ഇനി അടുത്തായിട്ട് നമ്മൾ 12th ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ പാസ് സ്റ്റാറ്റസ്, പാസ്ഡ് ഓർ അപ്പിയറിംഗ്, റിപ്പീറ്റർ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഡ്രോപ്പ് ആൻഡ് ഇയർ കോഴ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പാസ്ഡ് കൊടുക്കുക. ഇപ്പോൾ +2 പഠിക്കുന്ന മക്കളുമാരെ സംബന്ധിച്ചിടത്തോളം അപ്പിയറിംഗ് കൊടുക്കുക. അപ്പിയറിംഗ് കൊടുത്താൽ ഇയർ ഓഫ് പാസിംഗ് 2025 അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ അതല്ല പാസ്ഡ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നേരത്തെ കൊടുത്ത പോലെ തന്നെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ക്വാളിഫയിങ് എക്സാം ചോദിക്കുന്നുണ്ട്. കോഡ് 1 സെലക്ട് ചെയ്യാം. പ്ലേസ് ഓഫ് സ്കൂൾ അർബൻ ആണോ റൂറൽ ആണോ, നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെയുള്ള ഡീറ്റെയിൽസ് ഇവിടെയും നമ്മൾ എൻ്റർ ചെയ്യുന്നു. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. 10th ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത പോലെ തന്നെ 12th ക്ലാസ്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നു. ബോർഡ് ടൈപ്പ് കൊടുക്കുന്നു. CBSE കുട്ടികൾക്ക് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ISE-കാർക്ക് ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റും സെലക്ട് ചെയ്യാം. റിസൾട്ട് മോഡ് അവിടെ ഉണ്ടാവില്ല, കാരണം റിസൾട്ട് നമ്മൾ പബ്ലിഷ് ആയിട്ടില്ല. നമ്മൾ ബോർഡ് എക്സാം എഴുതുന്നതേ ഉള്ളൂ. അപ്പോൾ അതവിടെ അപ്പിയർ ആവുന്നില്ല. റോൾ നമ്പറും നമ്മളോട് ചോദിക്കുന്നില്ല. സ്കൂൾ ആൻഡ് കോളേജ് അഡ്രസ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, അത് നമുക്ക് കൊടുക്കാം. അതിനുശേഷം സ്കൂളിൻ്റെ
പിൻ കോഡ് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ക്യാപ്ഷൻ ഉണ്ട്, ആ ക്യാപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുക. വീണ്ടും ഈ ഒരു പേജ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അഡീഷണൽ ഡീറ്റെയിൽസിൽ ആർ യു ട്വിൻ ആൻഡ് ബോത്ത് അപ്ലൈയിങ് ഫോർ നീറ്റ് UG 2025 എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ട്വിൻ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യണം. കാരണം ക്രെഡൻഷ്യൽസ് അവരുടെ ഏകദേശം ഒരേപോലെ വരുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ഹാവ് യു എവർ അപ്പിയർഡ് ഇൻ ദ നീറ്റ് UG എക്സാമിനേഷൻ. അപ്പോൾ നേരത്തെ നീറ്റ് എഴുതിയ കുട്ടികൾക്ക് അത് മെൻഷൻ ചെയ്യാം, അല്ലാത്തവർക്ക് അത് മെൻഷൻ ചെയ്യാം. പ്ലേസ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കണം. അത് കൺട്രിയാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണം. അവിടെ ഒരു ക്യാപ്ഷൻ നമുക്കുണ്ട്, ആ ഒരു ക്യാപ്ഷൻ നമ്മൾ എൻ്റർ ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. അടുത്തതായിട്ട് എമർജൻസി കോൺടാക്ട് ഡീറ്റെയിൽസ് ഓഫ് പേരൻസ് ആൻഡ് ഗാർഡിയൻസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ കൺട്രി കോഡ് സെലക്ട് ചെയ്യുന്നു, ഇന്ത്യ സെലക്ട് ചെയ്യുന്നു, മൊബൈൽ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുന്നു, ഇമെയിൽ അഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം താഴെയുള്ള ഒരു ക്യാപ്ഷയെ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് അടുത്തതായിട്ട് OTP ജനറേറ്റ് ചെയ്യുന്നൊരു ഘട്ടം. ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്കും അതേപോലെ ഇമെയിൽ IDയിലേക്കും നമുക്ക് OTP എത്തിയിട്ടുണ്ട്. ആ OTP നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യണം. അങ്ങനെ നമുക്ക് ഈ മൊബൈൽ നമ്പറിലേക്കും അതേപോലെ ഇമെയിൽ IDയിലേക്കും നമ്മുടെ പേരൻറ്റിൻ്റെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും വന്നിരിക്കുന്ന OTPകൾ രണ്ടും നമ്മൾ വെരിഫൈ ചെയ്യുകയാണ്. അങ്ങനെ വെരിഫൈ ചെയ്തതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പേജിലേക്ക് എത്തുകയാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കാരണം നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം. ആദ്യമായിട്ട് നമുക്ക് ആവശ്യം പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ്. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിൽ 80% ഫേസ് വിത്തൗട്ട് മാസ്ക് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം വേണ്ടത്. കൂടാതെ തന്നെ അതിൻ്റെ സൈസ് നമുക്ക് 10 to 100 KB നിജപ്പെടുത്തിയിരിക്കണം. അത് JPEG ഫോർമാറ്റിലാണ് ആവശ്യം. കൂടാതെ ഈ കാൻഡിഡേറ്റിൻ്റെ പേരിൻ്റെ ആദ്യത്തെ 2 അക്ഷരങ്ങൾ ഉപയോഗിച്ച് ആണ് ഈ പേര് ഈ ഒരു ഫോട്ടോഗ്രാഫ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. ഇപ്പം ഞാൻ ഓൾറെഡി കൊടുത്ത എൻ്റെ പേരിൻ്റെ അനുസരിച്ചിട്ടാണ് അത് ഓൾറെഡി ആ ഒരു ഫോർമാറ്റ് കാണിക്കുന്നുണ്ട്, MI_photo എന്നുള്ള രീതിയിൽ. ഇത്രയും രീതിയിൽ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്ലോഡ് ഒറിജിനൽ കൊടുത്താൽ നമുക്കത് അപ്ലോഡായി കിട്ടും. അതിനുശേഷം എൻ്റെ റൈറ്റ് സൈഡിൽ അപ്ലോഡിൻ്റെ റൈറ്റ് സൈഡിൽ ആക്ഷൻ എന്നൊരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ അപ്ലോഡ് കൊടുക്കുമ്പോൾ ഈ ഒരു ഫോട്ടോ കറക്റ്റായിട്ടാണെങ്കിൽ അത് സക്സസ്ഫുള്ളി അപ്ലോഡ് ആവുന്നു. അതിനുശേഷമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഫിംഗർ പ്രിൻ്റാണ്. രണ്ടാമത് നമ്മൾ കൊടുക്കേണ്ടത് ഫിംഗർ പ്രിൻ്റാണ്. ഫിംഗർ പ്രിൻ്റ് നമ്മൾ കൊടുക്കേണ്ടത് റൈറ്റ് ഹാൻഡ് മുതൽ ലെഫ്റ്റ് ഹാൻഡ് വരെയുള്ള 10 ഫിംഗേഴ്സിൻ്റെയും എക്സ്പ്രഷൻ നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ പേരിൻ്റെ ആദ്യ 2 അക്ഷരങ്ങൾ _ ഫിംഗർ പ്രിൻ്റ് എന്ന് JPEG ഫോർമാറ്റിൽ 10 to 200 KB സൈസിൽ, അതായത് നമ്മുടെ നേരത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത അതേ സൈസിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഫിംഗർ പ്രിൻ്റ് നമ്മൾ സക്സസ്ഫുള്ളി അപ്ലോഡ് ചെയ്തു. മൂന്നാമതായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് സിഗ്നേച്ചറാണ്. അതും നേരത്തെ പറഞ്ഞൊരു രീതിയിൽ നെയിം ചെയ്യുക. പേരിൻ്റെ ആദ്യ 2 അക്ഷരം _ സിഗ്നേച്ചർ. അതിൻ്റെ സൈസ് 10 to 50 KB നിജപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ 2 അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഗ്രാഫിൻ്റെയും ഫിംഗർ പ്രിൻ്റിൻ്റെയും 10 to 200 KB ആണെങ്കിൽ ഇത് 10 to 50 KB ശ്രദ്ധിക്കുക. അതും JPEG ഫോർമാറ്റിലാണ്. ഇപ്പോൾ നമ്മളിവിടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുകയാണ്. 50 KB സൈസിലുള്ള സിഗ്നേച്ചറാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമായിട്ട് നമ്മൾ പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അവർ ചെയ്തു തരും. അതും ഒരു 10 to 200 KB സൈസിലേക്ക് JPEG ഫോർമാറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മൾ ക്ലാസ് 10th മാർക്ക് ഷീറ്റ് അത് PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുവരെ നമ്മൾ JPEG ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്തത്. ഇനി നമ്മൾ PDF ഫോർമാറ്റിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിൻ്റെ സൈസ് 50 മുതൽ 300 KB നിജപ്പെടുത്തിയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മാർക്ക് ഷീറ്റ് അപ്ലോഡ് ചെയ്തു. അടുത്തതായിട്ട് ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് ആണ്.
ഇത് രണ്ടും സെയിം തന്നെയാണെങ്കിൽ ഒരേ ഡോക്യുമെൻ്റ് വേറെ വേറെ പേരിൽ സേവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അപ്പോൾ ക്ലാസ് 10th സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് പ്രസൻറ്റ് അഡ്രസ് ആൻഡ് പെർമനൻറ്റ് അഡ്രസ് പ്രൂഫാണ്. രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ ഒരു പ്രൂഫ് അപ്ലോഡ് ചെയ്താൽ മതി. അതല്ല രണ്ടും വേറെ വേറെ അഡ്രസ് പ്രൂഫ് ആണെങ്കിൽ ഒരേ PDF-ൽ ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ അപ്ലോഡ് ചെയ്യണം, വേറെ വേറെ ആയിട്ടല്ല. അഡ്രസ് പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അതും PDF ഫോർമാറ്റിലാണ്. അത് എങ്ങനെയാണ് നെയിം ചെയ്യണം എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ലെറ്ററുകൾക്ക് ശേഷം _ ഇട്ടിട്ട് അഡ്രസ് പ്രൂഫ് എന്നുള്ള രീതിയിലാണ് 50 to 300 KB സൈസിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ റിവ്യൂ പേജിലേക്ക് എത്തുകയാണ്. ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്യാവുന്നതാണ്. നമ്മൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ഫോട്ടോഗ്രാഫും അതേപോലെ തന്നെ നമ്മൾ കൊടുത്ത തമ്പ് ഇംപ്രഷനും എല്ലാ ഡോക്യുമെൻറ്റ്സും അവിടെ അപ്ലോഡഡ് ആണ്. ഇതെല്ലാം നമ്മൾ ചെക്ക് ലിസ്റ്റിലൂടെ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്തതിന് ശേഷം I agree കൊടുത്ത് ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷനിലേക്ക് പോവുക. അപ്പോൾ അവിടെ വീണ്ടും ഡയലോഗ് വരുന്നു, നമ്മളത് യെസ് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനൽ പേജിലേക്ക് എത്തുകയാണ്. ഇനി നമുക്ക് ഒരേ ഒരു സാധനം മാത്രമാണ് ബാക്കിയുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫൈനലി നമുക്ക് ഇമെയിൽ ID yet to be verified, click here to verify your email ID first. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഇമെയിൽ ID വെരിഫൈ ചെയ്യേണ്ട ഘട്ടമാണ്. നമ്മൾ ഇമെയിൽ ID വെരിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നമ്മൾ എന്താണോ ആ ഇമെയിൽ ID കൊടുത്തത് അതിലേക്ക് ഒരു OTP എത്തുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്യാപ്ഷ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ക്യാപ്ഷ എൻ്റർ ചെയ്തതിന് ശേഷം ഫൈനലായിട്ട് നമ്മുടെ ഇമെയിൽ ID കൺഫേം ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇമെയിൽ ID ചേഞ്ച് ചെയ്യാനുള്ളൊരു അവസാനത്തൊരു ഓപ്ഷനും കൂടിയുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് സബ്മിറ്റ് ആൻഡ് ഗെറ്റ് OTP-യിലേക്ക് ക്ലിക്ക് ചെയ്താൽ അത് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നു. അങ്ങനെ നമ്മളത് വെരിഫൈ ആണ്. അപ്പോൾ നമുക്കൊരു സക്സസ് മെസ്സേജ് വരുന്നു. നമ്മുടെ ഇമെയിൽ IDയും വെരിഫൈ ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ എക്സാം ഫീ പേ ചെയ്യുന്ന അവസാനത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. പേ എക്സാമിനേഷൻ ഫീ ഞാനിവിടെ ജനറൽ സെലക്ട് ചെയ്തുകൊണ്ട് 1700 ആണ്. SC SC സെലക്ട് ചെയ്യുമ്പോൾ അത് കുറയും, 1600 കുറയും. അപ്പോൾ അവിടെ പോകുന്നു, നമ്മളവിടെ മോഡ് സെലക്ട് ചെയ്യുന്നു. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്കവിടെ ലഭ്യമായ പേയ്മെൻറ്റ് മോഡുകൾ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ നെയിം, ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഫീ എമൗണ്ട്, അതുപോലെ തന്നെ ഒരു കസ്റ്റമർ ID ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സാമിനേഷൻ ഫീ പേയ്മെൻറ്റിനായിട്ട് നമുക്ക് SBI മോബ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കാനറ ബാങ്കിൻ്റെ ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട്. ICICI ബാങ്ക്, HDFC ബാങ്ക് എന്നിവരുടെയും പേയ്മെൻറ്റ് ഗേറ്റ് വേ അവൈലബിൾ ആണ്. ഇതിലെല്ലാം തന്നെ നമുക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, UPI, നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ഏതൊരു ബാങ്കിൻ്റെയും ഉപയോഗിച്ച് നമുക്ക് പേ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പെർട്ടിക്കുലർ ബാങ്ക് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നമ്മൾ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് മോഡിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നു. ഇതുവഴി നമുക്ക് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് ഘട്ടം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൺഫർമേഷൻ പേജ് ജനറേറ്റ് ചെയ്യും. അത് നമുക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൂടി കിട്ടുമ്പോഴാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുക. ഈ കൺഫർമേഷൻ പേജിലുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അത് എന്തെങ്കിലും കാരണവശാൽ നമുക്കൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കറക്ഷൻ വിൻഡോ March 9 കൂടി ഓപ്പൺ ആവും. ആ ഒരു സമയത്ത് നമുക്കത് വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി കിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.